Hello everyone, welcome to the fourth video on digital signal processing. In the last lecture we have discussed about discrete Fourier transform and Tudor factor. So let us just rewind. So discrete Fourier transform is a sampled version of discrete time Fourier transform, and it is sampled in a period of 0 to 2 pi, sampled in a period of 0 to 2 pi at a duration of at n samples rate. Okay, and we have obtained expression as the DFT, discrete Fourier transform, equal to sigma n equal to 0 to n minus 1, capital N minus 1, x of n e raised to minus j 2 pi by n k n. This is known as the DFT. അപ്പോൾ ഇതാണ് DFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് കെ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ സീക്വൻസിനെ സാമ്പിൾ ചെയ്തു. ഇത് വെച്ചിട്ട് 2 pi by n into k, ഈ k 0 to n minus 1 വരെ, അതായത് n സാമ്പിൾസ് വെച്ചിട്ട് ചെയ്തു. അതുപോലെ ഇൻവേഴ്സ് discrete Fourier transform representation x of n equal to 1 by n sigma k equal to 0 to n minus 1 x of k e raised to j 2 pi by n kn എന്ന് വരും. ഇതിൽ നമ്മൾ പറഞ്ഞു ഈ ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ w സഫിക്സ് n ആയിട്ട് പറയാം e raised to minus j 2 pi by n, e raised to minus j 2 pi by n നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷനിലെ ആ ഒരു പോർഷനെ e raised to minus j 2 pi by n നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മളുടെ ഈ അനാലിസിസിൽ. അപ്പോൾ അത് നമുക്ക് ആ ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ e raised to minus j 2 pi by n പകരം w സഫിക്സ് n കൊടുക്കുകയാണെങ്കിൽ DFT അങ്ങനെ കിട്ടും. x of k equal to sigma n equal to 0 to n minus 1 x of n wn kn, അതായത് ഇതിൻ്റെ പവർ കെ എൻ ആണല്ലോ. അപ്പോൾ ഈ സാധനത്തിനെ മാറ്റി എന്ന് എഴുതി wn എഴുതി. സോ wn kn raised to kn എഴുതാം. k equal to 0 to n minus 1. അതേപോലെ എക്സ് ഓഫ് എന്നും എഴുതാം. അവിടെയും എന്തെന്ന് വരും, ഇവിടെ ശരിക്കും e raised to minus j 2 pi by n ആണ് വരേണ്ടത്. അപ്പോൾ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് എടുത്തു കഴിഞ്ഞാൽ wn എഴുതാം, ബാക്കി ഒരു മൈനസ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്ന് വരും എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 by n സിഗ്മ k ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് കെ wn ഒരു മൈനസ് ആയിട്ടുള്ളതുകൊണ്ട് റേസ് ടു മൈനസ് കെ എൻ. ഇതാണ് നമുക്ക് ട്വിഡിൽ ഫാക്ടറിൻ്റെ ടേംസിൽ നമുക്ക് ഇതിനെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ട്വിഡിൽ ഫാക്ടർ എന്താ അറിയാമെങ്കിൽ അതിൻ്റെ പവറുകൾ ഇങ്ങനെ മാറി മാറി വന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതാണ് അതിലെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം. അതാണ് ട്വിഡിൽ ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇനി ഈ ട്വിഡിൽ ഫാക്ടറിൻ്റെ വേറെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ e raised to minus j 2 pi by n ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് wn എടുത്താൽ എന്ത് കിട്ടും, കോസ് 2 pi by n മൈനസ് j സൈൻ 2 pi by n കിട്ടും. ഇപ്പോൾ കോസും സൈനും ആണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായാലും എന്താ വരുള്ളൂ, 1 വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. അതായത് ഒരു യൂണിറ്റിയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അതേപോലെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ഭാഗം, അതായത് മൈനസ് 2 pi by n എന്ന് വരും. ഓക്കെ, സോ മൈനസ് 2 pi by n ആണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ എന്നിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് വാല്യൂസിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഈ ഒമേഗ wn എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആണ്. അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ് ഡിഫറെൻറ്റ് ബൈ മൈനസ് 2 pi by n എന്ന് വരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെർട്ടിക്കുലർ കേസ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ kn റേസ് ടു kn ആണല്ലോ നമ്മൾ ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേസ് ടു മൈനസ് j 2 pi by n ആണ്. നമ്മൾ ഇക്വേഷനിൽ ഒരു kn കൂടിയും വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആ kn-നെയാണ് നമ്മൾ ഇവിടെ വാല്യൂസ് ചൂസ് ചെയ്യുന്നത്. kn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r എന്ന് അസ്യൂം ചെയ്തേക്കാണ്. kn-നെ r എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം kn എന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തിട്ടുള്ളത് r എന്നാണ്. ജസ്റ്റ് ഈ കളർന്ന് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ kn r എന്നുള്ള റെപ്രസെൻറ്റേഷൻ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ 8 n ആയിട്ട് എടുത്തിട്ടുള്ളത്. n എന്നുള്ളത് വാല്യൂ, n-ൻ്റെ വാല്യൂ 8 ആയിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് അസ്യൂം ചെയ്യാം. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
8 ആണ്. അതായത് 8 സാമ്പിളിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. n ഈക്വൽ ടു 8 ആണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ kn എന്നുള്ളതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, r എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്യൂഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എന്താ w n-ന് പകരം എന്ത് വന്നു 8 ഇട്ടു, മറ്റേ kn-ന് പകരം നമ്മൾ r എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ഇവിടെ കാണുകയാണ് ചെയ്യുന്നത്. അടുത്ത ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. അപ്പോൾ ഓരോ കേസിലും അതിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. W81 എന്താണെന്നുള്ളത് W81 kn-ന്റെ വാല്യൂ 1 കൊടുത്താൽ 0 കൊടുത്താൽ 1 വരുള്ളൂ. 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, e⁻j⁴ ആണ് അതിൻ്റെ വാല്യൂസ് ആണ് എഴുതിയിട്ടുള്ളത്. 1/√2 - j/√2. അതേപോലെ W8 അതായത് r-ന് 2 കൊടുത്തു, -j കിട്ടി, 3 കൊടുത്തു, -1/√2 അത് കിട്ടി. അതേപോലെ ഇങ്ങനെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂസ് ആണ് അവിടെ നമ്മളിങ്ങനെ കാണിച്ച് പോകുന്നത്. എല്ലാ കേസിലും എന്തായാലും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, 1 ആയിരിക്കും. ആംഗിൾ നമുക്കറിയാം, ആദ്യത്തെ കേസിൽ -π/4, അടുത്തതിൽ -π/2, -3π/4, -π, അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളെ പീരീഡ് 8 ആണ്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ ഈ 7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 0 to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണം വന്നു. അപ്പം അത് വേറെയുള്ള വാല്യൂസ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ 0, -π/4, -π/2 അങ്ങനെ പോയി. അത് കഴിഞ്ഞാൽ 8ാമത്തെ വന്നത് എന്താ, -2π ആണ്. -2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്, ഈക്വൽ ടു എന്ത് തന്നെ പറയാം, 0 തന്നെയാണ്. ഇപ്പോൾ അടുത്ത വാല്യൂ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഒരു വാല്യൂ എടുക്കുമ്പോൾ 1-ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 1/√2 - j/√2 ആണ്. ഇവിടെ നോക്കുക എന്ത് തന്നെയാണ്, 1/√2 - j/√2. ഇത് ഈക്വൽ ടു നമുക്ക് സെയിം ആംഗിൾ തന്നെ കിട്ടും, -π/4 തന്നെ കിട്ടും. അടുത്തത് വാല്യൂ അവിടെ കിട്ടിയിട്ടുള്ളത് -j ആണ്. ഇവിടെ എന്ത് തന്നെ കിട്ടിയിട്ടുള്ളത്, -j. അടുത്ത് -1/√2 - j/√2. ഈ കേസിൽ വന്നിട്ടുണ്ടാവുക അത് തന്നെയായിരിക്കും, -1/√2. അതേപോലെ നമുക്ക് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതായത് 8ന്റെ ഡിഫറൻസിൽ എല്ലാം എന്ത് തന്നെയായിട്ട് വരിക, സെയിം തന്നെ ആയിട്ട് റിപ്പീറ്റേഷൻ ആയിട്ടാണ് അവിടെ വരിക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ആണ് ഈ സാധനം, ട്യൂഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു യൂണിറ്റ് സർക്കിൾ പറഞ്ഞല്ലോ, ആ യൂണിറ്റ് സർക്കിളിൻ്റെ അറൗണ്ട് ആയിട്ട് അത് വരുമ്പോൾ എന്താണ് വരുന്നത്, പീരിയോഡിക് ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ നമുക്കതൊരു യൂണിറ്റ് സർക്കിളിൽ വെറുതെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഒരു ഇത് എടുത്തിട്ടുള്ളത് കൺസിഡർ ചെയ്യാം. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ റിയൽ ആക്സിസും ഇത് ഇമാജിനറി ആക്സിസ് ആണ്, WN-ന്റെ. അപ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിങ് ഫസ്റ്റ് വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 1 എന്നായിരുന്നു. അപ്പോൾ 1-ന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ, W80 എന്ന് പറയുന്നത് ആണ്. നമ്മൾ W8 ഫസ്റ്റ് 0 ഇട്ടിട്ടാണല്ലോ തുടങ്ങി R-ന്റെ വാല്യൂ. സോ W80 1 ആണ്. സോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരിക ഇതാണ്, റിയൽ പാർട്ട് 1 ആയിട്ട്, ഇമാജിനറി പാർട്ട് എന്താ 0. ഇനി അടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു വാല്യൂ, രണ്ടാമത്തെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നത് 1/√2 - j/√2, j1/√2 എന്നാണ്. അപ്പോൾ 1/√2 - j1/√2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് വരിക. അതായത് നമ്മളുടെ W81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 - j1/√2 എന്നാണ് അതിൽ വാല്യൂ കിട്ടിയിട്ടുണ്ടാവുക. അതായത് ഇവിടെ ഒരു ആംഗിൾ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് -π/4 എന്നുള്ള ആംഗിളിലാണ് വരിക. ഇതേപോലെ അടുത്ത ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, നേരത്തെ ടേബിളിൽ നോക്കുകയാണെങ്കിൽ W82 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് -j ആണ്. ഇതെന്താണ്, -j ആണ്, ഇമാജിനറി ആക്സിസ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ, ഇമാജിനറി വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്, -j ആണ്. അപ്പോൾ ഇത് അതേപോലെ കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് ഓരോ പോയിന്റുകളും ഇതെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരാൻ പോകുന്നത് നമ്മളുടെ W83, W84, W85, W86, W87 അങ്ങനെ വരും. ഇത് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ പിന്നെ എന്താ സംഭവിക്കുന്നത്, റിപ്പീറ്റേഷൻ ആണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും അത് എന്തായിരിക്കും, W88 ആയിരിക്കും. അതായത് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഇത് എന്തായിരുന്നു നമ്മൾ കണ്ടു, W89 ആണ്. ഇത് അതേപോലെ W810 സെയിം വാല്യൂ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേപോലെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇതെന്ന് പറഞ്ഞാൽ W811 ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടീനെ പറയുന്നതാണ് ഇതിൻ്റെ എന്ത് പ്രോപ്പർട്ടി, പീരിയോഡിസിറ്റി ആണ്. അപ്പോൾ ഒരു പീരീഡ് നമുക്കറിയാം ഇവിടുത്തെ നമ്മൾ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ n-ന്റെ വാല്യൂ എന്തായിരുന്നു, 4 ആയിരുന്നു. സോ ആ n-ന്റെ വാല്യൂ
എത്രയായിരുന്നു 8 ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ 8 സാമ്പിൾസ് കഴിഞ്ഞപ്പോൾ അതായത് 0 to 7 കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ റിപ്പീറ്റേഷനാണ് വരുന്നത്. അതായത് 8 to 15 വരും. ഇനി അടുത്തത് എത്രയെങ്കിലും തുടങ്ങും 16. അപ്പോൾ ഇതിങ്ങനെ നമുക്കിത് എന്തായിട്ട് പറയാം, ഈക്വൽ ഇതായിട്ട് പറയാം. അപ്പോൾ ഒരെണ്ണം ബേസിക് അറിയാമെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പറയേണ്ടതാണ് എന്തെന്ന്, പീരിയോഡിസിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിവിടെ എഴുതാം W പവർ R ഈസ് ഈക്വൽ ടു എന്താണ്, W പവർ R പ്ലസ് ഓർ മൈനസ് N അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, W പവർ R പ്ലസ് ഓർ മൈനസ് 2N. അതങ്ങനെ നമുക്ക് എഴുതി പോയിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ അർത്ഥമാണ് എന്താണ്, അത് പീരിയോഡിക് ആണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ നമുക്കിതിൽ വേറൊരു കാര്യം കൂടി വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. W81 ഇത് നമ്മൾ W81 ഇതാണ് W81 എടുത്തു. ഓക്കെ, W81 1/√2 മൈനസ് J 1/√2. അതേപോലെ W85 എടുക്കുക. W85ൻ്റെ വാല്യൂ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, മൈനസ് 1/√2 പ്ലസ് J 1/√2 എന്നാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് നെഗറ്റീവാണ്, മൈനസ് വാല്യൂ ആണ് അപ്പുറത്ത് വരുന്നത്. അപ്പോൾ അവർ ജസ്റ്റ് എന്താണെന്ന് പറയാൻ വേണമെങ്കിൽ സിമ്മട്രിക് ആണ് എന്ന് പറയാം. അതേപോലെ നമുക്ക് W82 കൊടുത്തു കഴിഞ്ഞാൽ W82 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് J ആണ്, ഇത് എന്താണ് പ്ലസ് J ആണ്. W86 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് J ആണ്. നേരെ ഇവിടെയാണല്ലോ, ഇമാജിനറി അല്ലേ, പ്ലസ് J ആണ്. ഇതിനെ പറയുന്നതാണ് എന്ത് പ്രോപ്പർട്ടീന്ന്. ഈ നേരത്തെ പ്രോപ്പർട്ടീനെ നമ്മൾ പറഞ്ഞു പീരിയോഡിസിറ്റി എന്നായിരുന്നു. പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പീരിയോഡിസിറ്റി എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അത് സിമ്മട്രിക് ആണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ സിമ്മട്രിക് ആയിട്ട് വരുന്നുണ്ട്. എത്ര, ഹാഫ് ഡ്യൂറേഷനിൽ. അതായത് നമുക്ക് പറയാം ഇവിടെ WR ഈക്വൽ ടു എന്താണ്, മൈനസ് WR പ്ലസ് ഓർ മൈനസ് N/2. ഹാഫ് ഡ്യൂറേഷനിലല്ലേ വരുന്നത്. ഒന്നിൽ കൂടെ 4 കൂട്ടിയാലാണ് 5 വരുന്നത്, 2 കൂടെ 4 കൂട്ടിയാലാണ് 8 വരുന്നത്, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരുന്നത്, 4 എന്ന് പറഞ്ഞാൽ 8ൻ്റെ പകുതി N/2. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി സിമ്മട്രി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 2 പ്രോപ്പർട്ടീസ് ഇതിന് വരുന്നുണ്ട് ട്വിഡിൽ ഫാക്ടറിന്. സോ ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം യൂണിറ്റ് സർക്കിളിൻ്റെ മുകളിലാണ് വരുന്നത്. ഏത് ആംഗിളിലാണ്, ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ -4 വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. അതേപോലെ ഇവിടെ സിമ്മട്രി പ്രോപ്പർട്ടി ഉണ്ട്. സോ പീരിയോഡിസിറ്റിയും ഒബേ ചെയ്യുന്ന പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, ഇതിന് സിമ്മട്രി പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. DFTയും IDFTയും ഒക്കെ ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഫൈൻഡ് DFT ഓഫ് ദ സീക്വൻസ് x ഓഫ് n ഈക്വൽ ടു 1 1 0 0. സോ അപ്പോൾ നമുക്ക് x ഓഫ് n തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാം x ഓഫ് n ലെങ്ത് ഓഫ് ആ സീക്വൻസ് പറഞ്ഞാൽ എത്ര, 4 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 1 2 3 4 ലൊക്കേഷൻസ് ആയതുകൊണ്ട് 4 വാല്യൂസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഓരോ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് x ഓഫ് 0th നിന്നാണ്, എപ്പോഴും 0ൽ നിന്നാണ് തുടങ്ങുന്നത്. x0th ലൊക്കേഷൻ ഫസ്റ്റ് ലൊക്കേഷൻ, ഇത് x ഓഫ് 1 ആണ്, ഇത് എന്താ x ഓഫ് 2, ഈ ലാസ്റ്റത്തെ വാല്യൂ കറസ്പോണ്ട്സ് ടു x ഓഫ് 3. ഈ സാധനമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മളോട് എന്തുണ്ടാക്കാൻ പറഞ്ഞിട്ട് DFT ഉണ്ടാക്കാൻ പറഞ്ഞു. ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ടില്ല, DFT എത്ര പോയിന്റാണെന്നും പറഞ്ഞിട്ടില്ല, സാമ്പിളിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് തൽക്കാലം എന്താ അസ്യൂം ചെയ്യുക, ഈക്വൽ ടു n, 4 സാമ്പിൾ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 0 പാഡിംഗ് ഒന്നും വേണ്ട, നോർമൽ എന്ത് കണ്ടാൽ മതി, DFT കണ്ടാൽ മതി. അപ്പോൾ n നമ്മൾ അസ്യൂം ചെയ്തു 4 ആയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് എഴുതുക, DFTയുടെ ഇക്വേഷൻ എഴുതുക. DFT ഇക്വേഷൻ എന്താ, x ഓഫ് k ഈക്വൽ ടു സിഗ്മ എന്ത് ഈക്വൽ ടു എഴുതണ്ടേ, n ഈക്വൽ ടു 0 to n മൈനസ് 1 x ഓഫ് n e raised to മൈനസ് j എന്തായിരുന്നു 2π/N ഇൻറ്റു k ഇൻറ്റു n. എന്തിനാണ് വേരിയേഷൻസ്, എന്തിൻ്റെയാണ് ഇവിടെ എഴുതേണ്ടത്, നമ്മൾ കെയുടെ വേരിയേഷനും കൂടി എഴുതണം. അതെന്താണ്, സെയിം തന്നെയാണ്, 0 1 2 എക്സിട്ര അപ് ടു n-1. അപ്പോൾ നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ കേസിലാകുമ്പോൾ അത് മാറിയിട്ട് എന്തായി മാറും, അതും കൂടി വേണമെങ്കിൽ ഇവിടെ എഴുതിയേക്കിനെ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. സിഗ്മ n ഈക്വൽ ടു 0 to ഇവിടുത്തെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണല്ലോ, അപ്പോൾ ഇത് എത്ര വരെ പോകണം, 3 വരെ പോകണം. എക്സ് ഓഫ് n ഇതെന്താവും, e raised to മൈനസ് j 2π/4 വരും, അതായത് π/2 വരും, π/2 kn. ഈ വേരിയേഷൻ സെയിം തന്നെ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം.
ഇതിൽ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഈ സമ്മേഷൻ്റെ ഉള്ളിലത്തെ വാല്യൂ ചെയ്യുന്ന ആള് എന്നിനാണ് ലിമിറ്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സാധനം എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് x0, x1, x2, x3. ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇതൊരു സമ്മാനി പ്ലസ് പ്ലസ് ഇട്ടിട്ടുള്ള 4 ടേമുകൾ വരും. കാരണം നമുക്ക് 4 വാല്യൂസ് ആണ് നമ്മൾ തന്നിട്ടുള്ള സീക്വൻസിൽ. അതൊന്നാമത്തെ കാര്യം. ഇനി ഇപ്പുറത്ത് എക്സ് ഓഫ് കെ ആണ്. ആ കെക്കും സെയിം വാരിയേഷനാണ് നമുക്കറിയാം. എത്രയാ 0 to 3 വരെ തന്നെയാണ്. അതായത് കെ ഈക്വൽ ടു വരാൻ പോകുന്നത് 0, 1, 2, 3 ആണ്. കാരണം 4 - 1 ആണ് 3. ഇത്രയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എക്സ് ഓഫ് 0 കാണണം, ക്യാപിറ്റൽ എക്സ് ഓഫ് 0 കാണണം, ക്യാപിറ്റൽ എക്സ് ഓഫ് 1 കാണണം, ക്യാപിറ്റൽ എക്സ് ഓഫ് 2, ക്യാപിറ്റൽ എക്സ് ഓഫ് 3. ഇത്രയാണ് നമ്മുടെ പണി. അപ്പോൾ അതിൽ ആദ്യത്തെ എന്തായാലും എളുപ്പമാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ക്യാപിറ്റൽ എക്സ് ഓഫ് 0 ആണ് കാണാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ അർത്ഥം? കെക്ക് നമ്മൾ 0 ഇട്ട് കൊടുക്കുക ഈ ഇക്വേഷൻ്റെ ഉള്ളിൽ. അപ്പോൾ ആദ്യം ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടി എഴുതാം. എല്ലാ കേസിലും ഇത് എഴുതണമെന്നില്ല, എളുപ്പത്തിന് ഡയറക്റ്റ് എഴുതാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 0 to 3 എന്തെന്ന് വരും? എക്സ് ഓഫ് n. ഇപ്പോൾ എന്നിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല. ഇ റേസ് ടു എന്താ വരിക? 0 വരും. അപ്പോൾ ഇത് ഈക്വൽ ടു എന്തെന്ന് മാത്രമേ വരുള്ളൂ? സിഗ്മ n ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് n മാത്രം വരും. അതായത് എന്തിനെ എക്സ്പാൻഡ് ചെയ്താൽ മതി? എക്സ് ഓഫ് എന്നിന് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെന്തെന്ന് കിട്ടുക? എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 3 എന്ന് വരും. അതായത് നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് വെറുതെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈക്വൽ ടു എന്ത് വരും? എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് അടുത്തും 1 ആണ്, പിന്നുള്ള രണ്ടെണ്ണം എന്താണ്? 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ വാല്യൂ. ക്യാപിറ്റൽ എക്സ് ഓഫ് 0 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഇപ്പോൾ അത് എളുപ്പമുള്ള കാര്യമായിരുന്നു. ക്യാപിറ്റൽ എക്സ് ഓഫ് 0 കിട്ടി. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ കെ ഈക്വൽ ടു 0 എന്നുള്ള കേസ് കഴിഞ്ഞു. ഇനി അടുത്ത ഏത് കാണണം? കെ ഈക്വൽ ടു 1 എന്നുള്ള കേസ്. അപ്പോൾ നമ്മളുടെ എന്താ കാണാൻ പോകുന്നത്? എക്സ് ഓഫ് 1 ആണ്. സെയിം തന്നെ ലിമിറ്റ് n ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് n ഇ ടു ദ പവർ എന്തെന്ന് വരും? മൈനസ് ജെ 2π/, അത് ഓക്കെ ഒരു സെക്കൻഡ്, നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? π/2, ജെ π/2 എന്ന് അതിൻ്റെ π/4, 2π/4 π/2 ആക്കിയില്ലേ? ജെ π/2, കെയുടെ അവിടെ ഇപ്പം എന്തായി? 1 ആയി. അപ്പോൾ അത് എഴുതണ്ട n. ഇതാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വീണ്ടും ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാന്ന് മാത്രം തന്നെയുള്ളൂ. ഇപ്പോൾ ഈക്വൽ ടു നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഈക്വൽ ടു എഴുതുമ്പോൾ എന്ത് വരും? ആദ്യത്തെ എക്സ് ഓഫ് 0 എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എക്സ് ഓഫ് 0 ഇ റേസ് ടു മൈനസ് ജെ π/2, എന്നിൻ്റെ വാല്യൂ എന്താ? 0. അപ്പോൾ അത് ഇതായി പോകും. 0 ഇ റേസ് ടു 0 1 ആയി പോകും. പ്ലസ് അടുത്തത് എക്സ് ഓഫ് 1 ഇ റേസ് ടു മൈനസ് ജെ π/2, എന്നിൻ്റെ അടുത്ത വാല്യൂ 1 ഇട്ടു. പ്ലസ് എക്സ് ഓഫ് 2 ഇ റേസ് ടു മൈനസ് ജെ π/2, എന്നിൻ്റെ വാല്യൂ എന്തിട്ടു? 2 ഇട്ടു. പ്ലസ് ഒരു ടേം കൂടി ഉണ്ട്, 3 വരെയാണല്ലോ പോകേണ്ടത്. എക്സ് ഓഫ് 3 ഇ റേസ് ടു മൈനസ് ജെ π/2 ഇൻറ്റു 3. ഇത്രയാണ് നമ്മളുടെ ടേമുകൾ വരുന്നത്. ഇത് ജസ്റ്റ് ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇ ടു ദ പവർ വാല്യൂ ഇത് കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കോംപ്ലക്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് 1 ആംഗിൾ ഇത് ഇട്ടാൽ മതി -π/2, അതായത് 1 ആംഗിൾ -90 അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ എന്തായാലും ഇ പവർ 0 ആണ്. പിന്നെ എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എന്ത് വരും? 1 വരും. പ്ലസ് അടുത്ത കേസിൽ എക്സ് ഓഫ് 1ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്, ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് ജെ π/2. അതെന്താ? മൈനസ് ജെ ആണ്. നമുക്ക് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും -j. പ്ലസ് ഇനി രണ്ടെണ്ണം കാണേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം എക്സ് ഓഫ് 2 എക്സ് ഓഫ് 3 എന്താണ്? 0 ആണ്. 0ൻ്റെ എന്ത് വന്നു കഴിഞ്ഞാലും 0 തന്നെയാണല്ലോ പറയുന്നത്, 0. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ വരിക. എക്സ് ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് ജെ എന്ന് വരും. ഇനി ഇതേപോലെ അടുത്തത് കെ ഈക്വൽ ടു 2ന് എന്ത് കാണുക? എക്സ് ഓഫ് 2 കാണുക. സെയിം ഇക്വേഷൻ തന്നെ. n ഈക്വൽ ടു 0 to 3. വ്യത്യാസം വരാൻ പോകുന്നത് എന്താ? ഇ റേസ് ടു മൈനസ് ജെ എന്ത് വരും? 2π/2 വരും. ഇപ്പോൾ എന്തായി പോകും? 2 2 ക്യാൻസൽ ആയി പോകും. ഇ റേസ് ടു മൈനസ് ജെ പൈ n എന്ന് മാത്രം മതി. ഇനി ഇത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. നേരത്തെ ചെയ്താർന്ന പോലെ തന്നെ വരും. ഈ ഇപ്പോൾ എക്സ് ഓഫ് 0 ഇ റേസ് ടു മൈനസ് ജെ പൈ ഇൻറ്റു 0 ആദ്യത്തെ, പ്ലസ് രണ്ടാമത്തെ ടേം എക്സ് ഓഫ് 1 ഇ റേസ് ടു എന്ത് വരും? മൈനസ് ജെ പൈ ഇൻറ്റു 1. അടുത്തത് എക്സ് ഓഫ് 2 ഇ റേസ് ടു മൈനസ് ജെ പൈ ഇൻറ്റു 2, അതായത് 2π, പ്ലസ് എക്സ് ഓഫ് 3. ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ അതെന്തായിട്ടാണ് പോകുന്നത്?
0 ആയിട്ടാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഈ രണ്ടാളുടെയും എക്സ് ഓഫ് ടി എക്സ് ഓഫ് ത്രീ ഈ ക്വസ്റ്റ്യനിൽ 0 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല ശരിക്കും. ഈ രണ്ടിനും മാത്രമേ 1 1 എന്നുള്ള വാല്യൂ ഉള്ളൂ. ഫസ്റ്റത്തെ 1 ഇൻറ്റു എന്താ വരാൻ പോകുന്നത് 1 വരും, പ്ലസ് അടുത്തത് 1 ഇൻറ്റു അടുത്ത വാല്യൂ എന്താ ഇ റേസ് ടു ജെ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ ഒരാളെയും കൂടിയും കാണാണ്ട്, അതാണ് ആര് എക്സ് ഓഫ് 3 കാണാം. സോ കെ ഈക്വൽ ടു 3 ഇട്ട് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ഓഫ് 3 കിട്ടും. അപ്പോൾ അത് എന്താ വരിക സിഗ്മ n ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് n ഇ റേസ് ടു മൈനസ് ജെ 3π/2 n എന്ന് വരും. ഓക്കെ, ഇതിന് നമ്മൾ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടാൻ പോകുന്നത് 1 + j എന്നാണ് കിട്ടുക. ഓക്കെ, കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ് ഓഫ് 1 ക്യാപിറ്റൽ എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 കിട്ടി. അപ്പോൾ ഫൈനലി നമ്മളുടെ ആൻസർ ഒന്ന് എടുത്ത് എല്ലാം കൂടിയിട്ട് ആ സീക്വൻസ് ഫോമിൽ തന്നെ എഴുതുക. എക്സ് ഓഫ് കെ ഈക്വൽ ടു എന്ത് വരും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുക കിട്ടിയ വാല്യൂസ്. ഫസ്റ്റത്തെ വാല്യൂ എന്തായിരുന്നു 2 ആയിരുന്നു, സെക്കൻഡ് വാല്യൂ എന്തായിരുന്നു 1 - j, അടുത്ത വാല്യൂ എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എക്സ് ഓഫ് 2 0, അടുത്തത് 1 + j. ഇതാണ് നമ്മളുടെ 4 പോയിന്റ് DFT എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിൽ കാണേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സിൻ്റെ കെക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കാണുന്നത്. ഓരോന്നിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഉള്ളിൽ എന്നിൻ്റെ വാല്യൂസ് ആണ്. എക്സ് ഓഫ് 1 എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 എക്സ് ഓഫ് 3 ആ സാധനമായിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. അത് ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകണം. അപ്പോൾ 0 വരുന്ന ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെ വരുന്നില്ല. ലാസ്റ്റ് 2 ടേംസ് നമുക്ക് ശരിക്കും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പ്രോബ്ലം. സിമ്പിളായിരുന്നു. ഇത് ജസ്റ്റ് ഈ ഇ റേസ് ടു പവറുകൾ കാണുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാണാനും ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് IDFT ഓഫ് y ഓഫ് k ഈക്വൽ ടു 1 0 1 0. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ട്രാൻസ്ഫോം ആണ് തന്നിട്ടുള്ളത്. DFT തന്നിട്ടുണ്ട് y ഓഫ് k. പേര് നോക്കുക, എക്സിന് പകരം y തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല. നമ്മൾ ആദ്യം തന്നെ ഇവിടെ n-ഉം ഇതൊക്കെ സെയിം n4 ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയിട്ട് n എന്നുള്ളത് എന്തായിട്ട് എടുക്കാം 4 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻവേഴ്സ്ഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ y ഓഫ് k ആയതുകൊണ്ട് നമ്മളത് y ഓഫ് n ആണ് എന്ന് വിചാരിക്കാം. IDFT y ഓഫ് n ഈക്വൽ ടു എന്തായിരുന്നു നമ്മളുടെ ഇക്വേഷൻ, അതേപോലെ എഴുതാൻ നോക്കുക. ഈക്വൽ ടു 1 എന്ത് വരും n സിഗ്മ, ലിമിറ്റ് നേരത്തെ n ആണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് എന്തിലാണ് വരിക k ഈക്വൽ ടു 0 to n-1 എന്താണ് y ഓഫ് kനെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് ഇൻവേഴ്സ് എടുക്കാൻ പോകുന്നത്. e ടു ദ പവർ മൈനസ് അല്ല, ഇവിടെ എന്ത് വരും പ്ലസ് വരും 2π/N ഇൻറ്റു എന്ത് വരും k ഇൻറ്റു n. അത് അതേപോലെ തന്നെ വരും. ഇവിടെ എന്തിൻ്റെ വാരിയേഷൻ നമുക്ക് എഴുതാം, എന്നിൻ്റെ വാരിയേഷൻ എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ് സെയിം തന്നെയാണ് 0 to ഏത് വരും n-1 ആണ് വാരിയേഷൻ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ ലിമിറ്റ് കെയുടെ വാല്യൂസ് ആണ്. അപ്പോൾ കിട്ടാൻ പോകുന്നത് ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുതിയാർന്ന പോലെ തന്നെ ഇത് y ഓഫ് 0, ഇത് y ഓഫ് 1, പിന്നെ അടുത്തത് y ഓഫ് 2 y ഓഫ് 3 ആയിരിക്കും. y ഓഫ് 2ഉം y ഓഫ് 3 ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നില്ല, y ഓഫ് 1ഉം y ഓഫ് 3ഉം, കാരണം ഇത് രണ്ടും 0 ആണ്. y ഓഫ് 0ഉം y ഓഫ് 1ഉം മാത്രം y ഓഫ് 2 മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം വരുള്ളൂ, ബാക്കി രണ്ടും 0 ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി ഇവിടെ നമ്മൾ ആൻസർ കിട്ടുമ്പോൾ എത്ര എണ്ണം കാണണം 4 എണ്ണം കാണണം. n-ന് 0 to 3 വരെ പോകണം. അപ്പോൾ ഫസ്റ്റ് n ഈക്വൽ ടു നമുക്ക് എന്തെടുത്ത് നോക്കാം 0 എടുത്ത് നോക്കാം. അപ്പോൾ അത് വെച്ച് നമുക്ക് കിട്ടാൻ പോകുന്നത് ഏതാണ് y ഓഫ് 0 ആണ് കിട്ടാൻ പോകുന്നത്. y ഓഫ് 0 ഈക്വൽ ടു ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ 1/n എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. സോ 1/4 സിഗ്മ k ഈക്വൽ ടു 0 to n-1 4 - 1 3. ഇവിടെ എന്ത് വരും y ഓഫ് k ഇ റേസ് ടു എന്താ വരാൻ പോകുന്നത് j ഇൻറ്റു 2π/4 വരും. അപ്പോൾ 2π/4 നമുക്ക് എന്ത് എഴുതാം π/2 എന്ന് എഴുതാം. π/2 k ഇൻറ്റു n എന്നാണ് വരാൻ പോകുന്നത്. അതിൽ എന്നിൻ്റെ വാല്യൂ എന്താണ് 0 ആണ്. അപ്പോൾ ഇതെന്ത് വരും ഇ റേസ് ടു 0 എന്ന് വരും. അപ്പോൾ ഇതുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് മാത്രമേ വരുള്ളൂ ഈക്വൽ ടു 1/4 എന്തെന്നായിരിക്കും വരിക സിഗ്മ k ഈക്വൽ ടു 0 to 3 y ഓഫ് k എന്ന് വരും. ഇനി ജസ്റ്റ് എന്ത് kക്ക് 0 to 3 കൊടുക്കുക, അതായത് ഇതിനെ എടുത്ത് അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പോൾ അത് ഈക്വൽ ടു എന്ത് വരും 1/4 അത് ഇടാൻ മറക്കരുത് 1/4 ബാക്കി എന്തൊക്കെ വരും y of 0 plus y of 1 plus y of 2 plus y of 3 ഇതാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിടത്തിൻ്റെ ആവശ്യം വരുന്നില്ല. y of 1ഉം y of 3ഉം 0 ആണ്. ഇപ്പോൾ തൽക്കാലം ഈ കേസിൽ നമുക്കത് എഴുതാം ഈക്വൽ ടു എന്ത് വരും 1/4 ഇൻറ്റു 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 0 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 1/2 കിട്ടും. അതായത് 2/4 1/2 കിട്ടും. അതാണ് അതിൻ്റെ വാല്യൂ. ഏതിൻ്റെ വാല്യൂ y ഓഫ് 0ൻ്റെ വാല്യൂ. ഇനി അടുത്തത് നമ്മൾ കാണുക ഏതാ y ഓഫ് 1. സെയിം കാര്യം തന്നെ ഇക്വേഷൻ ജസ്റ്റ് n ഈക്വൽ ടു 1 നമ്മൾ കൊടുക്കണം എന്ന് മാത്രം. അപ്പോൾ n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം y ഓഫ് 1 എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും 1/4 സിഗ്മ k ഈക്വൽ ടു 0 to 3 y ഓഫ് k എന്ത് വരും e raised to j π/2 ആണല്ലോ ഉണ്ടായിരുന്നത്. π/2 k എന്നല്ലേ ആ k എന്നിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് 1 കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും π/2 k എന്ന് വരും. ഓക്കെ, ഇനി ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത് 1/4 എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു എന്ത് വരും y ഓഫ് 0 e raised to എന്ത് വരും kക്ക് 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ e raised to 0 വരും പ്ലസ് അടുത്തത് y ഓഫ് 1 e raised to j π/2 കാരണം kക്ക് 1 പ്ലസ് അടുത്തത് y ഓഫ് 2 ഇൻറ്റു e raised to j 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ക്യാൻസൽ ആയി പോവും പൈ പ്ലസ് അടുത്തത് y ഓഫ് 3 ഇൻറ്റു e raised to j 3π/2. ഇതാണ് വരുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതും എന്താണ് 0 ആണ്. അപ്പോൾ ജസ്റ്റ് e raised to j പൈയും e raised to 0 ആണ് ആവശ്യം വരുള്ളൂ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 1/4. ഇതൊക്കെ കാൽക്കുലേറ്റർ ചെയ്യാവുന്നതാണ്. e raised to 0 1 ആണ്, y of 0 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് അടുത്ത ടേം 0 പ്ലസ് അടുത്ത ടേം 1 ഇൻറ്റു e raised to j പൈ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം -1 ആണ്. 1 ഇൻറ്റു -1 പ്ലസ് നെക്സ്റ്റ് ടേം 0. ഇപ്പോൾ ഇത് ഈക്വൽ ടു എന്തെന്ന് കിട്ടും 0 എന്ന് കിട്ടും y ഓഫ് 1ൻ്റെ വാല്യൂ. ഇനി അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം n ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ y ഓഫ് 2ൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. y ഓഫ് 2ൻ്റെ വാല്യൂ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് 1/4 ഞാൻ മുഴുവൻ ചെയ്യുന്നില്ല 1/4 ഇൻറ്റു 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 0 എന്നാണ് വരിക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 0.5 കിട്ടും. അതേപോലെ ഒരെണ്ണം കൂടി നമുക്ക് കാണാം ഏതാ y ഓഫ് 3യും കൂടിയും കാണാം. അതായത് എന്നിന് എന്തിട്ട് കൊടുത്തിട്ട് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ y ഓഫ് 3 കിട്ടും. y ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് എഴുതാം. ഇക്വേഷൻ വരിക 1/4 ഇൻറ്റു എന്തെന്ന് വരും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ y ഓഫ് 0 ഇൻറ്റു e raised to 0 ഉണ്ട് അത് എഴുതുന്നില്ല. പ്ലസ് അടുത്ത സാധനം y ഓഫ് 1 ഇൻറ്റു e raised to എന്തെന്നായിരിക്കും j 3 ആണല്ലോ അതിൻ്റെ വാല്യൂ. അപ്പോൾ 3π/2 kക്ക് 1 ആണ്. സോ 3π/2 വരും. അടുത്തത് y ഓഫ് 2 ഇൻറ്റു e raised to j 3π/2 ഇൻറ്റു ആ എന്നിന് 2 വരുന്നത് ക്യാൻസൽ ആയി പോകും 3π പ്ലസ് അടുത്തത് y ഓഫ് 3 ഇൻറ്റു e raised to j എന്തെന്ന് വരും 3 ഇൻറ്റു 3 വരും അവിടെ ഒരു. അപ്പോൾ അത് 9π ആവും 9π/2 എന്ന് വരും. ഇതിൻ്റെ വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1/4 ഇൻറ്റു 1 പ്ലസ് അടുത്ത ടേം 0 പ്ലസ് അടുത്ത ടേം ഇത് വരും -1 പ്ലസ് അടുത്ത ടേം 0 എന്ന് വരും. അതും ഈക്വൽ ടേം തന്നെ കിട്ടും 0 തന്നെ കിട്ടും. ഇതാണ് നമ്മൾക്ക് 4 വാല്യൂസ് വരിക. അപ്പോൾ നമുക്ക് ഫൈനലി ആൻസർ എടുത്തിട്ട് എഴുതാം y ഓഫ് n ഈക്വൽ ടു എന്തെന്ന് വരും 1/2. ഫസ്റ്റത്തെ 1/2 ആണ് 1/2 അടുത്തത് 0 ആണ് കിട്ടിയിട്ടുണ്ടെന്ന് വീണ്ടും എന്താ കിട്ടിയിട്ടുണ്ടെന്ന് 1/2 0. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ DFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ.